നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ അസൈൻമെന്റിന്റെ സെക്കൻഡ് ഫോം ഏത് രൂപത്തിലാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം, അസൈൻമെന്റ് ഒക്കെ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അസൈൻമെന്റ് കംപ്ലീറ്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജിൽ വെക്കാനായിട്ട് അസൈൻമെന്റ് ഫ്രണ്ട് പേജസ് വരുന്നുണ്ട്, അതായത് ഫേസിംഗ് ഷീറ്റ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഫേസിംഗ് ഷീറ്റ് നമുക്ക് 10 മാർക്കിന്റെ ഫേസിംഗ് ഷീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 15 മാർക്കിന്റെ ഫേസിംഗ് ഷീറ്റ് വരുന്നുണ്ട്. അതായത് ഫോം 1, ഫോം 2 എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ഫേസിംഗ് ഷീറ്റ് വരുന്നത്. അപ്പോൾ ഫോം 2 എന്നുള്ള ഫേസിംഗ് ഷീറ്റ് ഏത് രൂപത്തിലാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഫോമിൽ മെയിൻ ആയിട്ടും വരുന്നത്, നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് നിങ്ങളുടെ പേരാണ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പർ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എൻറോൾമെന്റ് നമ്പർ ആണ്. അപ്പം നമുക്കൊരു 10 ഡിജിറ്റ് നമ്പർ നിങ്ങളുടെ ID കാർഡിൽ ഉണ്ടായിരിക്കും. 10 ഡിജിറ്റ് നമ്പർ വരുന്നുണ്ട്. ആ 10 ഡിജിറ്റ് നമ്പർ ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പം അത് തെറ്റിപ്പോവരുത്, അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ റീചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ മൂന്നാമത് വരുന്നത് നമുക്ക് നെയിം ഓഫ് ദി പ്രോഗ്രാം ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ സോഷ്യോളജി എടുത്തിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ആ നെയിം ഓഫ് ദി പ്രോഗ്രാം എന്നുള്ളത് ആ സോഷ്യോളജി എന്നുള്ള പേപ്പറിന്റെ പേരാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ BA മലയാളം ആണ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ BA മലയാളം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എഴുതേണ്ടത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് സെമസ്റ്റർ, ഏത് സെമസ്റ്റർ ആണെന്നുള്ളത്. അപ്പൊ നിങ്ങളിപ്പം സെക്കൻഡ് സെമസ്റ്ററിലേക്ക് കടന്നു. അപ്പോൾ സെമസ്റ്റർ എന്നുള്ള ഭാഗത്ത് സെക്കൻഡ് സെം എന്നുള്ളതാണ് എഴുതേണ്ടത്. കോഴ്സ് കോഡ് എന്നുള്ളിടത്ത് നമുക്ക് മെയിൻ ആയിട്ടും ഫില്ല് ചെയ്യേണ്ടത്, ഇപ്പം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോഡാണ് ഈ ഒരു കോഴ്സ് കോഡ് എന്നുള്ള ഭാഗത്ത് എഴുതേണ്ടത്. അതുപോലെ തന്നെ കോഴ്സ് ടൈറ്റിൽ എന്നുള്ള ഭാഗത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള പേപ്പറിന്റെ നെയിം ആണ് എഴുതേണ്ടത്. അങ്ങനെ ഏത് പേപ്പർ ആണോ നിങ്ങൾ എഴുതുന്നത് അതാണ് നമ്മുടെ കോഴ്സ് ടൈറ്റിലും അതുപോലെ അതിന്റെ കോഴ്സ് കോഡും ആണ് മെയിൻ ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് വരരുത്, ക്ലിയർ ആയിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നെയിം ഓഫ് ദി ലേണർ സപ്പോർട്ട് സെന്റർ, അതായത് നിങ്ങളെ അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ LSC സെന്റർ ഏതാണെന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് എഴുതേണ്ടത്. അതുപോലെ തന്നെ LSC സെന്റർ എഴുതിയതിന് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിഗ്നേച്ചർ കിട്ടതിന് ശേഷം ആ ഒരു ഫോം ഫില്ല് ആക്കിയതിന് ശേഷം മാത്രം അസൈൻമെന്റിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു PDF രൂപത്തിലാക്കി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ആണ്, ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് ഈ സർവീസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഫസ്റ്റ് വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഫസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത്, അതായത് സെക്കൻഡ് ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്